നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകും. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. കോർ കമ്മിറ്റിയിലാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് നിർദ്ദേശിച്ചത്. രണ്ടാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന അദ്ദേഹം പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾക്ക് പുറമെ കൂടുതൽ വിഭാഗങ്ങളിലേക്ക് എത്താനാകുമോ എന്ന പരീക്ഷണമാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ BJP കേന്ദ്ര നേതൃത്വം നടത്തുന്നത്. രാജീവ് ചന്ദ്രശേഖർ കഴിവ് തെളിയിച്ചയാളാണെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അദ്ദേഹം BJP സംസ്ഥാന അധ്യക്ഷനാകുന്നത് സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹത്തെ പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുമെന്നും അവർ പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും കാലാവധി കഴിയുമ്പോൾ മാറേണ്ടി വരുമെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും K. സുരേന്ദ്രൻ. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നാമനിർദ്ദേശ പത്രിക മാത്രമാണ് ലഭിച്ചിട്ടുള്ളതെന്നും ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ ഐഡിയോളജിയുള്ള ആളാണെന്ന് കരുതുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വേറെ പാർട്ടികളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാറില്ലെന്ന് പറഞ്ഞ സതീശൻ സുരേന്ദ്രനോടല്ല ഫൈറ്റ് ചെയ്യുന്നതെന്നും സുരേന്ദ്രൻ ഫോളോ ചെയ്യുന്ന ഐഡിയോളജിയോടെ ആണെന്നും സതീശൻ പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ തെരഞ്ഞെടുത്തതിനെക്കുറിച്ച് ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ 1 മാസത്തിനകം അറസ്റ്റ് ചെയ്ത് 7307 പേരെ. ലഹരി വസ്തുക്കളുടെയും ADMA പോലുള്ള ലഹരി മരുന്നുകളുടെയും വിപണനവും ഉപയോഗവും തടയുന്നതിനും അതിലൂടെ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തുന്നതിനും സംസ്ഥാന പോലീസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡി ഹണ്ട് സ്പെഷ്യൽ ഡ്രൈവ് 1 മാസം പിന്നിടുകയാണ്. സംസ്ഥാന വ്യാപകമായി 7277 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. 7038 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഈ കേസുകളിൽ മാരക മയക്കുമരുന്നുകളായ 3952 കിലോഗ്രാം MDMA, 461.52 കിലോഗ്രാം കഞ്ചാവും 5132 കഞ്ചാവ് ബീഡികളും പിടിച്ചെടുത്തു. മയക്കുമരുന്നിനെതിരെ എക്സൈസ് സേന നടപ്പിലാക്കിയ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിലൂടെ സംസ്ഥാനത്ത് മയക്കുമരുന്ന് കേസുകൾ 2 ആഴ്ചക്കിടെ പിടിയിലായത് 873 പേർ. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ പഴുതടച്ച പ്രതിരോധം സാധ്യമാക്കിയ എക്സൈസ് സേനയെ തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷ് അഭിനന്ദിച്ചു. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണം വരുന്ന ആഴ്ച കൂടുതൽ ശക്തമാക്കാനും അതിർത്തിയിൽ കർശന ജാഗ്രത തുടരാനും മന്ത്രി നിർദ്ദേശം നൽകി. ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനും ഫെഡറലിസത്തിനും വേണ്ടി പോരാടേണ്ട ഇരട്ടത്താപ്പില്ലാത്തതാകണമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP പറഞ്ഞു. ഇതിൽ പ്രഭാത ഭക്ഷണവും അത്താഴവിരുന്നും നടത്തിയുള്ള നയതന്ത്രജ്ഞതയ്ക്ക് സ്ഥാനമുണ്ടാകരുത്. ജനസംഖ്യാടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡല പുനർനിർണയം നടത്തുന്നതിനെതിരായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിമാരുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറുകളിലെ അക്ഷരത്തെറ്റ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയത്. ചോദ്യപേപ്പർ നിർമ്മാണത്തിലെ ഏത് ഘട്ടത്തിലാണ് അശ്രദ്ധ ഉണ്ടായതെന്ന് കണ്ടെത്താനാണ് നിർദ്ദേശം. അക്ഷരത്തെറ്റുകൾ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ മൂല്യനിർണ്ണയ സമയത്ത് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ആശാ വർക്കർമാർക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി മന്ത്രി R. ബിന്ദു. കേന്ദ്രമന്ത്രി സമരപന്തൽ സന്ദർശിച്ചപ്പോൾ മണിമറ്റത്താവണി പന്തൽ എന്നാണല്ലോ അവർ പാടിയതെന്ന് മന്ത്രി R. ബിന്ദു പരിഹസിച്ചു. കേന്ദ്രമന്ത്രിയോട് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായ അവർക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാൻ ഒന്നുമില്ലേ എന്നും മന്ത്രി R. ബിന്ദു കുറ്റപ്പെടുത്തി. സ്വാതന്ത്ര്യം ലഭിച്ച് 8 പതിറ്റാണ്ടായിട്ടും ഇന്ത്യയിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പുരോഗതി ഉണ്ടാകണമെന്നതിനെ ആരും ഗൗരവമായി എടുക്കാത്തതാണ് ഏറ്റവും വലിയ പരാജയമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രമേശ് ചെന്നിത്തലയുടെ ഗാന്ധി ഗ്രാമം പദ്ധതി 15 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മദ്യനയത്തിലും ക്രൈസ്തവ സമുദായത്തിനുള്ള ആനുകൂല്യങ്ങളുടെ കാര്യത്തിലും സർക്കാരിനെതിരെ വിമർശനവുമായി കത്തോലിക്ക സഭ. സർക്കാരിന് വരുമാനം കണ്ടെത്താനുള്ള
കുറുക്ക് വഴിയാണ് ലഹരിയെന്ന് മദ്യവിരുദ്ധ ഞായറിൻ്റെ ഭാഗമായി ഇന്നലെ പള്ളികളിൽ വായിച്ച സർക്കുലറിൽ ആരോപിക്കുന്നു. സമുദായത്തിനുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതായി ആരോപിച്ച് കോഴിക്കോട് അവകാശ സംരക്ഷണ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് താമരശ്ശേരി രൂപതയും പ്രഖ്യാപിച്ചു. പിണറായിയെ പുറത്താക്കാൻ ജനം കാത്തിരിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മൂന്നാമതും ദുർഭൂതം വരാൻ പോകുന്നുവെന്ന് പ്രചാരണം നടക്കുന്നുണ്ടെന്നും എന്നാൽ അടുത്തത് UDF സർക്കാർ തന്നെയാണെന്നും വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിന് ഒന്നിലധികം മുഖ്യമന്ത്രിമാരെന്ന് പ്രചരണം നടക്കുന്നുവെന്ന് പറഞ്ഞ വേണുഗോപാൽ കോൺഗ്രസ് യാതൊരു തർക്കവുമില്ലെന്നും പറഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ ഗാന്ധി ഗ്രാമം സംഘടിപ്പിക്കുന്ന ദളിത് പ്രോഗ്രസ് കോൺക്ലേവിൽ വൈകാരിക പ്രസംഗവുമായി കൊടിക്കുന്നിൽ സുരേഷ്. താൻ നിൽക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയിലാണെന്ന്, പ്രസംഗിച്ചാൽ പലതും തുറന്നു പറയേണ്ടി വരുമെന്നും തുറന്നു പറഞ്ഞാൽ വിവാദമായേക്കാമെന്നും ശത്രുക്കൾ കൂടിയേക്കാമെന്നും അതുകൊണ്ട് പ്രസംഗം എഴുതിക്കൊണ്ടാണ് വന്നതെന്നും പറഞ്ഞ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ മാത്രമാണ് എല്ലാവരും വേട്ടയാടുന്നതെന്നും പറഞ്ഞു. 75 വയസ്സ് കഴിഞ്ഞവരെ പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന മാനദണ്ഡത്തിൽ ഇളവ് അനുവദിക്കണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റിയിൽ ആവശ്യം. പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന അംഗങ്ങൾക്ക് ഇളവ് അനുവദിക്കണമെന്ന ആവശ്യമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നത്. മുതിർന്ന നേതാക്കളിൽ ചിലർ ഇളവ് അനുവദിച്ച് അവരുടെ അനുഭവ സമ്പത്ത് മേൽക്കമ്മിറ്റികളിൽ പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിൽ ഒരു ഗഡു കൂടി പെൻഷൻ അനുവദിച്ചു. ഇതിനായി 817 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നഴ്സിംഗ് അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതിന് കായംകുളത്ത് CPM നേതാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കായംകുളം പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം S സുഭാഷിനെതിരെയാണ് നടപടി. 6 പരാതികളാണ് ഇയാൾക്കെതിരെ പാർട്ടിക്ക് ലഭിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾക്കൊപ്പമുള്ള നിൽക്കുന്ന ഫോട്ടോകൾ കാണിച്ച് വിശ്വാസ്യത പിടിച്ചുപറ്റിയാണ് തട്ടിപ്പ് നടത്തിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പന സംശയിച്ച് 2703 പേരെ പരിശോധിച്ചു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 227 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 232 പേരാണ് അറസ്റ്റിലായത്. ക്രമസമാധാന വിഭാഗം ADGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സംസ്ഥാന തലത്തിൽ ആൻറ്റി നാർക്കോട്ടിക് ഇൻ്റലിജൻസ് സെല്ലും NDPS കോർഡിനേഷൻ സെല്ലും റേഞ്ച് അടിസ്ഥാനത്തിൽ ആൻറ്റി നാർക്കോട്ടിക്സ് ഇൻ്റലിജൻസ് സെല്ലും പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സക്കെത്തിയ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. മുൻ ഭർത്താവാണ് യുവതിയെ ആക്രമിച്ചത്. ബാലുശ്ശേരി സ്വദേശി പ്രഭിഷയ്ക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. പ്രഭിഷയുടെ മുൻ ഭർത്താവ് ബാലുശ്ശേരി സ്വദേശി പ്രശാന്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.